BJP പ്രതീക്ഷിക്കുന്നത് കാണികളായി നോക്കി നിന്നാൽ പോലും BJP പ്രതീക്ഷിക്കുന്നത് ഈ കോൺഗ്രസ് തോറ്റാൽ മതി, കോൺഗ്രസ് മുക്ത കേരളം വന്നാൽ മതി, പിണറായിയോ LDFോ ഭരിച്ചോട്ടെ, ഒരു ടേം ഭരിച്ചാലുള്ളൊരു ഗുണമുണ്ട്. ഒരു ടേം ഭരിച്ചാൽ പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു ടേം ഭരിച്ചാൽ LDF അതോടെ ഇല്ലാതാവും. ഒരു ടേം ഭരണമില്ലാത്ത അവസ്ഥ വന്നാൽ UDFും തകർന്നോളും എന്നാണ് ഇവരുടെ ഒരു പോളിസി. അതാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സഭ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താണ്? വളരെ പ്രകടമായി കേരളത്തിൽ മറ്റൊന്നും ആലോചിക്കേണ്ട, LDFനെ പാഠം പഠിപ്പിക്കാൻ BJPയെ ഒതുക്കി നിർത്താൻ സ്വീകരിക്കേണ്ട സ്ട്രെയിറ്റ് പൊളിറ്റിക്സ് UDFനെ പിന്തുണക്കലാണ് എന്ന സഭാ സ്റ്റാൻഡ് ഉണ്ടല്ലോ. അത് വസ്തുതാപരമാണ്, നമുക്കതിനെ കാണണം. അത് ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുക. ഇതുവരെ പ്രതികരിച്ചിട്ടില്ല BJPയോ NDAയോ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പുതിയ PJ ജോസഫ് ഇതിനെ ചെറുക്കാനിടയില്ല. കാരണം ഇനിയിപ്പോൾ ജോസഫ് വേറെയും ജോസ് വേറെയും ഒക്കെ ആയിട്ട് നിന്നാൽ പോലും ജോസഫിന് ഇപ്പോൾ ഇത് കുടുംബരക്ഷയുടെ കാലം കൂടിയാണ്. മോനെ സീറ്റ് കൊടുക്കണം. ഇപ്പോൾ അച്ഛനും മോനും 2 സീറ്റ് കിട്ടിയാൽ തീരും പുതിയ ജോസഫിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ. അപ്പോൾ അത് അങ്ങനെ തീരും എന്നാണ് ഞാൻ കരുതുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വിഷയം സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കൊണ്ട് നേരിട്ട് വിളിപ്പിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഇതിനെ മുക്തകണ്ഠം സ്വാഗതം ചെയ്യുന്നു.